വാർത്തകൾ തുടർന്നു. വയനാട് വീണ്ടും കാട്ടാന ആക്രമണം. ചെക്കാടിയിൽ മധ്യവയസ്കനെ കാട്ടാന ആക്രമിച്ചു. കുറുവാ ദ്വീപിലെ ജീവനക്കാരനായ പാക്കം സ്വദേശി പോളി നാണുവാണ് പരിക്കേറ്റത്. രാവിലെ 9:30 ചെറിയമല ജംഗ്ഷന് സമീപമാണ് ആക്രമണം. പോളിനെ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ദീപക് മോഹൻ വിശദാംശങ്ങളുമായി. ദീപക്, എന്താണ് സംഭവിച്ചത്? വീണ്ടും കാട്ടാന ആക്രമണം എന്ന് പറയുമ്പോൾ എന്താണ്, എങ്ങനെയാണ് അതിനെ വനംവകുപ്പ് വിശദീകരിക്കുന്നത്? നികേഷ്, ഇന്ന് രാവിലെ 9:30 വയനാട് ചേകാടിയിൽ ഈ കുറുവാദ്വീപിലെ ജീവനക്കാരനായ പോളിനെ കാട്ടാന ആക്രമിച്ചത്. ഇയാൾ താൽക്കാലിക വാച്ചറാണ്. കുറുവാദ്വീപിലേക്ക് പോകുന്ന 2 എൻട്രൻസ് ഉണ്ട്. അതിൽ ഒരു ഭാഗം എന്ന് പറയുന്നത് വനത്തിന് നടുവിലുള്ള പ്രദേശമാണ്. ചെറിയമല ജംഗ്ഷൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത്തരത്തിൽ ഈ വാച്ചർക്ക് നേരെ കാട്ടാന ഓടിയടുക്കുകയും ഇയാൾ പ്രാണരക്ഷാർത്ഥം ഇവിടെ നിന്ന് ഓടുകയായിരുന്നു. ആ സമയത്ത് നിലത്ത് വീണു. അപ്പോൾ കാട്ടാന ചവിട്ടി എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന മറ്റൊരു വിവരം. കാട്ടാനയുടെ ചവിട്ടേറ്റ് ഗുരുതരമായി പരിക്കേറ്റ പോളിനെ ഇപ്പോൾ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ അത്യാഹിത വിഭാഗത്തിൽ ഡോക്ടർമാർ പ്രാഥമിക വൈദ്യസഹായം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഈ ആനയുടെ ശക്തമായ ആക്രമണത്തിൽ ഈ പോളിന്റെ വാരിയലിന് പൊട്ടലുണ്ട്. അതോടൊപ്പം ആന്തരിക രക്തസ്രാവവും ഉണ്ടെന്നാണ് ഇപ്പോൾ ഡോക്ടർമാർ നമ്മളോട് പറഞ്ഞത്. അതോടൊപ്പം ചികിത്സ അകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. വനംവകുപ്പ് ജീവനക്കാർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. നേരത്തെയും ഈ മേഖലയിൽ, അതായത് ഈ ചേകാടി എന്ന് പറയുന്ന വയനാട്ടിലെ വനഗ്രാമമായ ഈ പ്രദേശത്ത് നേരത്തെയും കാട്ടാന റോഡിലിറങ്ങി യാത്രക്കാരെ ആക്രമിക്കുന്നതും ബൈക്ക് യാത്രികനെ ആക്രമിക്കുന്ന ദൃശ്യങ്ങളെല്ലാം പുറത്തു വന്നിരുന്നു. അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഈ മേഖലയിൽ കുറെ നാളുകളായി തന്നെ ഒരു ഒറ്റയാൻ ഈ മേഖലയിൽ, ജനവാസ മേഖലയിലും അതുപോലെ തന്നെ യാത്രക്കാരെയും ആക്രമിക്കുന്നത് പതിവായിട്ടുള്ള ഒരു കാര്യമാണ്. ആ ആന തന്നെയാണോ എന്നുള്ളത് വനംവകുപ്പ് ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട്. രാവിലെ 9:30 ഈ കുറുവാദ്വീപിലേക്ക് ഇറങ്ങുന്ന ഒരു വനമേഖലയോട് ചേർന്ന പ്രദേശമുണ്ട്. ആ ഭാഗത്ത് ഇയാൾ ഡ്യൂട്ടി ചെയ്യുകയായിരുന്നു. ആ സമയത്താണ് കാട്ടാന വനത്തിനോട് ചേർന്ന സ്ഥലത്ത് കാട്ടാന ഓടി അടുക്കുകയും ഇയാളെ ഓടിക്കുകയും ചെയ്തത്. അപ്പോൾ ജീവനരക്ഷാർത്ഥം ഓടുന്ന സമയത്ത് പെട്ടെന്ന് വീണു. ആ സമയത്താണ് കാട്ടാന ഓടിയെത്തി ചവിട്ടിയത്. ചവിട്ടേറ്റ് ഇയാളുടെ വാരിയലിന് ഇപ്പോൾ പൊട്ടലുണ്ട്. ഏതായാലും അകത്ത് ഇപ്പോൾ സ്കാനിങ്ങും അതുപോലെ തന്നെയുള്ള ചികിത്സകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർമാർ അകത്തുണ്ട്. ഒപ്പം വനംവകുപ്പിന്റെ ജീവനക്കാരും സ്ഥലത്തെത്തിയിട്ടുണ്ട്. നോർത്ത് വയനാട് DFO ഷജിന കരീമും അവരോടൊപ്പമുള്ള വനപാലക സംഘവും സ്ഥലത്തെത്തിയിട്ടുണ്ട്. മാനന്തവാടി മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗത്തിലാണ് ഇദ്ദേഹത്തെ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. കൂടുതൽ ചികിത്സകൾക്ക് ശേഷം ആണ് കാര്യങ്ങൾ പുറത്തുവരിക. ഏതായാലും ഭാഗ്യം കൊണ്ടാണ് ഇയാൾ ആനയുടെ മുൻപിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വനംവകുപ്പ് ഈ മേഖലയിൽ തിരച്ചിൽ നടത്തുന്നുണ്ട്. നിലവിൽ നേരത്തെ ഈ ബേലൂർ മക്കന ആക്രമിച്ചു കൊന്ന അജിയെ ആക്രമിച്ചു കൊന്നിരുന്നു. അന്ന് മുതൽ ബേലൂർ മക്കനയ്ക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. ആ ദൌത്യത്തിനിടയിലാണ് വീണ്ടും കാട്ടാനയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. പ്രധാനമായും വയനാടൻ കാടുകളിൽ ഈ വേനൽ ആരംഭിച്ചു കഴിഞ്ഞതുകൊണ്ട് തന്നെ മിക്കയിടങ്ങളിലും ഈ ജലസ്രോതസ്സില്ല. കിണറുകളും അതുപോലെ തന്നെ കുളങ്ങളും എല്ലാം വറ്റി തുടങ്ങുന്നതുകൊണ്ട് തന്നെ കാട്ടാന ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് കൂടുകയാണ്. മാത്രമല്ല ഇപ്പോൾ ചക്കയുടെ സീസണെല്ലാം ആരംഭിച്ചു. അതുകൊണ്ട് തന്നെ ആ മേഖലയിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള കാട്ടാന ശല്യമുണ്ട്. ഏതായാലും ഈ വെള്ളച്ചാൽ സ്വദേശി പോളിനെ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. നികേഷ്, വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ദീപക്.